2016 ഏപ്രിൽ 10 കേരളം ഉണർന്നത് നടുക്കുന്ന വെടിക്കെട്ട് ദുരന്തത്തിലേക്കായിരുന്നു. അന്ന് കൊല്ലം പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ചിന്നിച്ചിതറിയത് 110 ജീവനാണ്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടത്തിൽ 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2024 നവംബറിൽ കാസർഗോഡ് തെരു 500 വീരാർകാവിൽ വെടിക്കെട്ട് അപകടം 5 പേരുടെ ജീവനാണ് എടുത്തത്. പൂരത്തിന്റെ സ്വന്തം നാടായ തൃശൂരിൽ ഉള്ളുലയ്ക്കുന്ന വെടിക്കെട്ട് ദുരന്തങ്ങൾ ആദ്യമല്ല. പാറമേക്കാവിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഇടത്തുണ്ടായ അപകടത്തിൽ 7 പേരാണ് മരിച്ചത്. 1978 തൃശൂർ പൂരത്തിനിടെ അമിട്ട് ലക്ഷ്യം തെറ്റി ആൾക്കൂട്ടത്തിലേക്കാണ് പതിച്ചത്. അന്ന് 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 1987 തൃശൂർ വേലൂരിൽ വെള്ളാട്ടഞ്ചൂർ കൂട്ടൻമൂലി ക്ഷേത്രത്തിലുണ്ടായ അപകടം 20 കുടുംബങ്ങളെയാണ് കണ്ണീരിൽ ആഴ്ത്തിയത്. 1984 തൃശൂർ കണ്ടശം കടവ് പള്ളിപ്പെരുന്നാളിനിടെ ഉണ്ടായ ദുരന്തത്തിൽ 20 പേർ മരിച്ചു. എന്നാൽ കണ്ടശം കടവിനെ കാത്ത് വീണ്ടും ദുരന്തം പതിയിരുന്നു. 5 വർഷത്തിനു ശേഷം 1989 തൃശൂർ കണ്ടശം കടവ് പള്ളിയിൽ വീണ്ടും കണ്ണീർ താളം കെട്ടി. 12 ജീവനുകളാണ് വെടിക്കെട്ട് ദുരന്തത്തിൽ പൊലിഞ്ഞത്. 1997 തൃശൂർ ചിയ്യാരം പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ 6 പേർ കൂടി ദുരന്തത്തിനിരയായി. പാലക്കാട് ഷൊർണൂരിനെ വെടിക്കെട്ട് ദുരന്തം വിറങ്ങലിപ്പിച്ചത് 2011 ത്രാങ്ങാലിയിൽ വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ച് മരിച്ചത് 13 തൊഴിലാളികൾ. 2013 പാലക്കാട് പന്നിയംകുറിശ്ശിയും ഹൃദയഭേദകമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. കുളങ്കുന്നത്ത് പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 6 ജീവൻ പൊലിഞ്ഞു. 1999 പാലക്കാട് ആളൂരിൽ ചാമുണ്ടിക്കാവ് താലപ്പൊലി ഉത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടം 8 പേരുടെ ജീവനാണ് എടുത്തത്. കഞ്ചിക്കോട് പടക്ക നിർമ്മാണശാലയിലെ പൊട്ടിത്തെറിയിൽ 13 പേരും പൊള്ളലേറ്റ് മരിച്ചു. 1952 ശബരിമലയിൽ 68 തീർത്ഥാടകരുടെ ജീവൻ പൊലിഞ്ഞ കരിമെഴുന്ന അപകടം. ജനുവരി 14 പകൽ 3 മണിക്കുണ്ടായ അപകടം ഇന്നും തീരാ നോവാണ്. 1987 എറണാകുളം ജില്ലയിലെ മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രം വെടിക്കെട്ടുപുരയ്ക്ക് തീപിടിച്ച് 5 പേരും 1990 കൊല്ലം പോരുവഴി പെരുവിരുത്തി ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ഷെഡിലുണ്ടായ അപകടത്തിൽ 26 പേരും മരിച്ചു. തൃശൂരിന് പുറമെ കൊല്ലം, പാലക്കാട് ജില്ലകളിലാണ് കൂടുതൽ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായത്. ഇനിയെങ്കിലും ഉറ്റവരെ നഷ്ടപ്പെടുന്നവരുടെ വിലാപങ്ങൾ ഉയരാതിരിക്കാൻ ശക്തമായ സുരക്ഷാ നടപടികളാണ് വേണ്ടത്.